നമസ്കാരം. സെൻട്രൽ മാഗസിനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കോടീശ്വരന്മാർക്ക് പോലും സ്വന്തമാക്കാൻ കഴിയാത്ത ചില വസ്തുക്കൾ കോട്ടയത്ത് ഒരാളുടെ കൈവശമുണ്ട്. അതായത് ടൈറ്റാനിക്, താജ്മഹൽ, ശബരി എക്സ്പ്രസ് ഉൾപ്പെടെ 2-3 ട്രെയിനുകൾ. ഏതെങ്കിലും കോടീശ്വരന്മാർക്ക് ഇതൊക്കെ സ്വന്തമാക്കാൻ പറ്റുമോ? പക്ഷേ കോട്ടയം സ്വദേശി, പേരൂർ സ്വദേശി സന്തോഷിൻ്റെ കൈവശം ഇവയെല്ലാം ഉണ്ട്. അത് യഥാർത്ഥത്തിൽ എങ്ങനെയാണോ ആ വസ്തുക്കൾ അതുപോലെ തന്നെ ഉണ്ടാക്കിയത്, ആ കൃത്യമായ അനുപാതത്തിൽ. അത് മിനിയേച്ചർ രൂപങ്ങളാണ്, പക്ഷെ കണ്ടാൽ മിനിയേച്ചർ രൂപങ്ങളാണെന്ന് പറയില്ല. ഞെട്ടിക്കുന്ന വർക്കുകളാണ്. മിനിയേച്ചർ ലോകത്തെ പെരുന്തച്ഛനാണ് പേരൂർ സ്വദേശി സന്തോഷ്. സന്തോഷിൻ്റെ കരവിരുതിൻ്റെ വൈഭവം കണ്ടാൽ അത്ഭുതപ്പെടാതിരിക്കാൻ സാമാന്യ മനുഷ്യർക്കാവില്ല. ആൾ അടിസ്ഥാനപരമായി ചിത്രകാരനാണ്. ആ കലയിൽ നിന്ന് വളർന്ന് വികസിച്ച ശാഖയാണ് മിനിയേച്ചർ നിർമ്മാണം. തുടക്കം എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ ഞാനിങ്ങനെ ചിത്രരചനയൊക്കെ ആയിരുന്നു, അത് വരയ്ക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ തെർമോക്കോളിലാണ് ചെയ്തു തുടങ്ങുന്നത്. തെർമോക്കോൾ താജ്മഹൽ ചെയ്തു. പിന്നെ അല്ലാതെ ചെറിയ ടൈറ്റാനിക്കൊക്കെ അന്ന് തെർമോക്കോൾ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഈ ഫോം ഷീറ്റിനെ കുറിച്ച് ഞാൻ അറിഞ്ഞത്. അങ്ങനെ അത് ട്രൈ ചെയ്ത് പിന്നെ ബാക്കിയുള്ള വർക്കുകളെല്ലാം ഫോം ഷീറ്റിലായി. പിന്നെ ഫോം ഷീറ്റ് മാത്രമല്ല കേട്ടോ, അക്രലിക്ക്, അങ്ങനെ അക്രലിക്കിൻ്റെ ബ്ലാക്ക്, വൈറ്റ്, മിൽക്കി വൈറ്റ്, അങ്ങനെ കുറേ ഷീറ്റുകളുണ്ട്. കൂടുതലും ഫോം ഷീറ്റിൽ തന്നെയാണ് ചെയ്യുന്നത്. ചിത്രകാരനാണ് സന്തോഷ് എന്ന് പറഞ്ഞാൽ ചിത്രകാരൻ മാത്രമാണ് സന്തോഷ് എന്നല്ല അർത്ഥം. സന്തോഷിൽ ഒരു സാങ്കേതിക വിദഗ്ധനുണ്ട്, മെക്കാനിക്കുണ്ട്, ഇലക്ട്രീഷ്യനുണ്ട്, എഞ്ചിനീയറുണ്ട്, സംഗീതജ്ഞനുണ്ട്. അങ്ങനെ സകല കലകളുടെയും ചെറുപതിപ്പ് കൂടിയാണ് സന്തോഷ്. വരയ്ക്കുന്ന കാരണം നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ. അപ്പം നമ്മൾ ആദ്യം ഇപ്പം ഫോം ഷീറ്റിലേക്ക് ഒരു സ്കെച്ച് ഇടും. ഇപ്പം ഒരു ബസ് ചെയ്യുകയാണെങ്കിൽ ബസ്സിൻ്റെ സ്കെച്ച് സൈഡിൽ ഇട്ടിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. അതിൻ്റെ അളവ് ഗ്രാഫിട്ട് വരയ്ക്കും, അല്ലെങ്കിൽ ഡയറക്റ്റ് വരയ്ക്കും. പിന്നെ അങ്ങനെ അതിൻ്റെ അളവുകളൊക്കെ, അതിൻ്റെ ഓരോ പാർട്സുകൾ വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ അങ്ങനെയാണ് കിട്ടുന്നത്. വരയ്ക്കാൻ പറ്റുന്നതുകൊണ്ട് ഇതിനകത്ത് നമുക്ക് വലിയൊരു ഗുണമുണ്ട്. മിനിയേച്ചർ നിർമ്മാണത്തിൽ സന്തോഷിൻ്റെ വൈദഗ്ധ്യം ആരെയും അതിശയിപ്പിക്കുന്നതാണ്. ട്രെയിനുകൾ, ലോറി, ട്രക്ക്, കപ്പൽ തുടങ്ങി ഏതിൻ്റെയും ചെറുപതിപ്പുകൾ സന്തോഷ് നിർമ്മിക്കുന്നത് അത്ര കൃത്യതയോടെയാണ്. ടൈറ്റാനിക് വെച്ച് അതൊക്കെ പണ്ടേ തന്നെ പോയി സെയിലായി. ടൈറ്റാനിക്, ഹൗസ് ബോട്ട്, താജ്മഹൽ, പിന്നെ ഒരു AK-47 തോക്ക്, കുതിരവണ്ടി, പിന്നെ ഒരു മൂർഖൻ്റെ ഒരു 10 വിരിച്ചിരിക്കുന്ന ഉണ്ടാക്കിയിരുന്നു, അത് കൊണ്ടുപോയി. സ്റ്റിക്കർ വർക്ക് ചെയ്യുന്ന കടയിലെ ജീവനക്കാരനായ സന്തോഷ് 10 വർഷങ്ങൾക്ക് മുമ്പാണ് മിനിയേച്ചർ നിർമ്മാണത്തിലേക്ക് കടന്നത്. ആദ്യം നിർമ്മിച്ചത് താജ്മഹലിൻ്റെ മാതൃകയായിരുന്നു. മിനിയേച്ചറുകൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ശ്രദ്ധ പിടിച്ചു പറ്റിയതോടെ കുറച്ചുകൂടി ഗൗരവത്തിൽ തന്നെ സന്തോഷ് ആ നിർമ്മാണ മേഖലയിലേക്ക് കടന്നു. സന്തോഷിൻ്റെ മിനിയേച്ചർ വർക്കുകൾ യഥാർത്ഥ വസ്തു പോലെ തന്നെ ചലിക്കുന്നതും ജീവൻ തുടിക്കുന്നതുമാണ്. അവയുടെയൊക്കെ അനുപാതം കൃത്യമാണ്. വരയ്ക്കാനുള്ള കഴിവുള്ളതുകൊണ്ട് അളവുകളെക്കുറിച്ച് നല്ല ധാരണ സന്തോഷിനുണ്ട്. സന്തോഷ് നിർമ്മിച്ച ശബരി എക്സ്പ്രസ് ട്രെയിനിൻ്റെ മാതൃക വലിയ തോതിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. കേവലം ട്രെയിൻ മാത്രമല്ല, കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ ചെറുമാതൃക സന്തോഷ് ഉണ്ടാക്കിയെടുത്തു. തൻ്റെ മിനിയേച്ചർ ട്രെയിൻ ഉപയോഗിച്ച് ട്രാക്കിലൂടെ ട്രെയിൻ കടന്നു പോകുന്ന തരത്തിലുള്ള സന്തോഷ് നിർമ്മിച്ച വീഡിയോ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടു. ട്രെയിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നതും നല്ലൊരു സപ്പോർട്ട് കിട്ടുന്നതും നല്ല വ്യൂസ് ഉള്ള ട്രെയിനാണ്. ട്രെയിൻ ചെയ്യാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ സമയം പോകുന്ന അറിയത്തില്ല ട്രെയിനൊക്കെ ചെയ്ത് കഴിഞ്ഞു. കോട്ടയം പാലക്കാട് will arrive shortly on platform number 1. റെയിൽവേ സ്റ്റേഷനിലെ അനൗൺസ്മെന്റ് ഉൾപ്പെടെയായിരുന്നു വീഡിയോ തയ്യാറാക്കിയത്. യഥാർത്ഥ അനുഭവം പകരുന്ന സൃഷ്ടികളെന്ന നിലയ്ക്ക് സന്തോഷിൻ്റെ ഓരോ ചെറുമാതൃകകളും ശ്രദ്ധേയമാവുന്നു. പിന്നെ ചെയ്തിരിക്കുന്ന ഒരു അമേരിക്കൻ ട്രെയിൻ ചെയ്തിട്ടുണ്ട്, പിന്നെ ഡീസൽ ട്രെയിൻ ചെയ്തിട്ടുണ്ട്, പിന്നെ അങ്ങനെ ട്രെയിൻ തന്നെ ഒരു 3-4 എണ്ണം ചെയ്തിട്ടുണ്ട്.
ശബരി എക്സ്പ്രസ് പോലെ തന്നെ സന്തോഷിൻ്റെ മറ്റൊരു വിസ്മയകരമായ മിനിയേച്ചർ സൃഷ്ടിയാണ് ശബരിമല സന്നിധാനം. ഏകദേശം 4 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഈ മിനിയേച്ചർ ഒരുക്കിയത്. ചിത്രങ്ങളിൽ കണ്ടിട്ടുള്ള സന്നിധാനം അതേപടി പകർത്താൻ മാസങ്ങളുടെ പ്രയത്നം വേണ്ടിവന്നു. ശബരിമല സന്നിധാനം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു സ്കെച്ച് എടുത്ത് ഗൂഗിൾ മാപ്പിനകത്ത് നിന്ന് നമ്മളതിനകത്ത് സൂം ചെയ്തിട്ട് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിനകത്ത് നിന്നാണ് അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ. നമുക്കവിടെ പോയി ഒന്ന് ഹെലിക്കാൻ വെച്ചൊന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഇതാണെന്നാണ് അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ കിട്ടിയത്. ബാക്കി പിന്നെ നമുക്ക് ഫോട്ടോകളൊക്കെ ഉണ്ട്, സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ കിട്ടിയാണ് അങ്ങനെയാണ് ചെയ്തത്. ശബരിമല ചെയ്യാൻ ഏകദേശം ഒരു 3 മാസത്തോളം എടുത്ത്. പിന്നെ വേറൊരു കാര്യം, സമയം കിട്ടുന്ന പോലെ, എനിക്കൊരു കടയാണ്, സ്റ്റിക്കർ വർക്ക്, ഇതിൻ്റെ ഇടയ്ക്ക് സമയം കിട്ടുന്ന പോലെയാണ് ചെയ്യുന്നത്. പവിത്രമായ 18 പടികളും കൊടിമരവും ഉൾപ്പെടെ ശരണമന്ത്ര സ്മരണ ഉണർത്തുന്ന സന്നിധാനം. ഫോം ഷീറ്റുകളും PVC പൈപ്പുകളും തെർമോക്കോളും ഉപയോഗിച്ചാണ് സന്തോഷിൻ്റെ മിനിയേച്ചർ നിർമ്മിതികൾ. 3 മാസം സമയമെടുത്താണ് ക്ഷേത്രത്തിൻ്റെ മിനിയേച്ചർ രൂപം പൂർത്തിയാക്കിയത്. ഗതാഗത മേഖലയാണ് സന്തോഷിൻ്റെ പ്രിയപ്പെട്ട നിർമ്മാണ മേഖല. അതിൽ തന്നെ ട്രെയിനാണ് പ്രത്യേക അഭിനിവേശമുള്ള ഒരു വാഹനം. ആദ്യം ഈ വാഹനങ്ങളാണ് ചെയ്തു തുടങ്ങി. പിന്നെ കുറേ ബസ്സൊക്കെ കുറേ ചെയ്ത് കഴിഞ്ഞപ്പം പണ്ട് മുതൽ ഗതാഗതങ്ങൾ, ട്രെയിൻ, ഇതൊക്കെ ട്രെയിൻ എനിക്ക് ഭയങ്കര ഒരു ക്രൈസാണ്. ട്രെയിനാണ് കൂടുതലും ചെയ്തിരിക്കുന്നത്. പിന്നെ വാഹനങ്ങൾ അങ്ങനെ ചെയ്യാൻ ആദ്യം തോന്നി. അങ്ങനെ കുറേ വാഹനങ്ങളും ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ കപ്പലുകൾ, ഹൗസ് ബോട്ട്, അങ്ങനെയുള്ള കുറേ താജ്മഹൽ, അങ്ങനെയൊക്കെ ഉള്ളത് ചെയ്തു. വാഹനങ്ങൾ കുറേയൊക്കെ ചെയ്ത് മടുത്തു നമ്മൾ. ശബരി എക്സ്പ്രസ് നിർമ്മിച്ചതോടെ ട്രെയിനിൻ്റെ മിനിയേച്ചർ നിർമ്മാണത്തിൽ സന്തോഷ് പേരെടുത്തു. പിന്നീട് പലതവണയായി പല ട്രെയിനുകളുടെ മിനിയേച്ചറുകൾ തയ്യാറാക്കി. എല്ലാം സാമാന്യം നല്ല വില നൽകി പല നാടുകളിൽ നിന്നുള്ള ആളുകൾ സ്വന്തമാക്കി. ശബരി എക്സ്പ്രസ്സാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത്. അതാണൊന്ന് വൈറലായത്. അതിൻ്റെ വർക്കുകൾ ആദ്യമായിട്ടൊന്ന് വൈറലായത്. അത് നമ്മൾ അതുപോലെ കഷ്ടപ്പെട്ടുണ്ട്. 1 വർഷം മിച്ചം എടുത്ത് കറക്റ്റ് തുടങ്ങിക്കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പം കോവിഡ് വന്ന്. പിന്നെ ആ 3 മാസം കോവിഡിൻ്റെ സമയമുണ്ട് വീട്ടിൽ നിന്ന്, ബാക്കി എല്ലാ ദിവസവും ഇതിൻ്റെ പണി അങ്ങനെയാണ് തീർത്ത്. അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ റിസ്ക് എടുത്തതും മാക്സിമം പെർഫെക്ഷൻ കൊടുക്കാൻ വേണ്ടി ചെയ്തൊരു വർക്ക്. ട്രെയിന് ശബരി. നിലവിൽ വന്ദേ ഭാരത് ട്രെയിനിൻ്റെ മിനിയേച്ചർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് സന്തോഷ്. ചെന്നൈ സ്വദേശിയായ റെയിൽവേ ഉദ്യോഗസ്ഥൻ്റെ അഭ്യർത്ഥന പ്രകാരമാണ് നിർമ്മാണം. പണികൾ ഏകദേശം 90% പൂർത്തീകരിച്ചു കഴിഞ്ഞു. വൈകാതെ ഇത് പൂർത്തീകരിച്ച് കൈമാറും. നേരത്തെയും വന്ദേ ഭാരതിൻ്റെ മിനിയേച്ചറുകൾ സന്തോഷ് തയ്യാറാക്കിയിട്ടുണ്ട്. വന്ദേ ഭാരത് 2 പ്രാവശ്യം ചെയ്ത്. അതിപ്പോൾ ആദ്യം ചെയ്തത് സെയിലായി. രണ്ടാമത് ഇപ്പോൾ ചെന്നൈക്ക് പോകാൻ വേണ്ടി ഇപ്പം നമ്മൾ കണ്ടത് ചെന്നൈക്ക് വേണ്ടിയാണ്. ശരി, അവിടുത്തെ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഓഫീസറാണ്, ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഓഫീസറാണ് ഓർഡർ തന്നത്. അപ്പോൾ ഈ മാസം തന്നെ അത് കൊടുത്തു വിടണം. ഇതിനൊപ്പം 2 മിനിയേച്ചറുകൾ കൂടി ഇപ്പോൾ തയ്യാറാക്കി വരുന്നുണ്ട്. അതിലൊന്ന് ഒരു മിലിറ്ററി ട്രക്കാണ്. കണ്ടാൽ യഥാർത്ഥ ട്രക്ക് തന്നെയെന്ന് തോന്നുന്ന തരത്തിലാണ് നിർമ്മാണം. ഏതാണ്ട് 70% ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. S400 ഇത് നമ്മുടെ യുദ്ധത്തിന് നമ്മുടെ ഇന്ത്യയിലേക്ക് കുഴപ്പമില്ല, പാകിസ്ഥാൻ്റെ മിസൈൽ ആകാശത്ത് തന്നെ വെച്ച് തകർത്ത് കളഞ്ഞ സാധനമാണ് S400. അതിൻ്റെ ഒരു ഭാഗമാണ്. ബാക്കി അതിൻ്റെ കൺട്രോളിംഗ് ഒക്കെ വേറെയാണ്. അപ്പോൾ ആ ഒരു വാഹനം മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നീടുള്ളത് ഒരു പായ്ക്കപ്പലാണ്. ഇതിൻ്റെ അവസാന രൂപം സംബന്ധിച്ച് സന്തോഷിന് ചില ആശയക്കുഴപ്പങ്ങളുണ്ട്. പല ഡിസൈനുകൾ മാറി മാറി ആലോചിച്ചിരുന്നു. എന്നാൽ അതിലൊന്നും തൃപ്തി വരാതെ വ്യത്യസ്തമായൊരു കപ്പലാക്കി മാറ്റാനുള്ള ആലോചനയിലാണ് സന്തോഷ്. മിനിയേച്ചർ നിർമ്മാണത്തിൽ സന്തോഷ് ഏറ്റവും വെല്ലുവിളി നേരിട്ടത് ബുള്ളറ്റ് നിർമ്മിക്കുന്നതിലാണ്. റോയൽ എൻഫീൽഡ് ക്ലാസിക് 350യുടെ നിർമ്മാണത്തിൽ സന്തോഷ് അല്പം വിയർത്തു. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. ഞാൻ കാര്യം പറയാൻ കാണുമ്പോൾ കുറച്ചേ ഉള്ളൂ, പീസേ ചെയ്തിട്ടുള്ളൂ. ഇനി ഇത് ചെയ്യത്തില്ല, ആരും ഓർഡർ വന്നാലും ചെയ്യത്തില്ല. ട്രെയിനൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം, ബസ്സൊക്കെ. പക്ഷേ ഇതാണ് ഞാൻ ഏറ്റവും ഇച്ചിരി പാടുപെട്ട സംഭവം. എൻജിനടക്കം നിർമ്മിച്ചെടുക്കുക എന്നത് വലിയ വെല്ലുവിളി തന്നെയായിരുന്നു. മാസങ്ങളുടെ അധ്വാനമാണ് ബുള്ളറ്റ് മിനിയേച്ചർ നിർമ്മാണത്തിന് പിന്നിലുള്ളത്. ഇത് സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ചെയ്യുമ്പം ഇതെനിക്ക് തീർക്കാൻ പറ്റുമെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം ഈ ചുമ്മാ ചെയ്ത് തുടങ്ങിയതാണ്. എന്തെങ്കിലും ഞാൻ വെളിയിൽ ഇത് മേക്കിംഗ് വീഡിയോ ഒന്നും ഞാൻ വെളിയിട്ടിട്ടില്ല. സാധാരണ ഞാൻ ചെയ്യുമ്പം ഇതിൻ്റെ തുടക്കം മുതൽ ഫേസ്ബുക്കിലൊക്കെ ഇടുന്നതാണ്. ഇതിൻ്റെ ഒന്നും ഇട്ടിട്ടില്ല. ഇതിൻ്റെ എനിക്കൊരു ഈ എൻജിൻ്റെ ഈ ഒരു ഇത്ര ഭാഗം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ബാക്കി തീർക്കുമായിരുന്നു. നിർമ്മാണത്തിലെ ഡീറ്റെയിലിംഗ് അതിമനോഹരമാണ്. ഈ ബുദ്ധിമുട്ട് തിരിച്ചറിഞ്ഞതുകൊണ്ട് വീണ്ടും ഒരു ബുള്ളറ്റ് ഉണ്ടാക്കാനിടയില്ലെന്ന് സന്തോഷ് പറയുന്നു. ഇതെല്ലാം കറക്റ്റ് അതിൻ്റെ സ്കെയിൽ മോഡലാണ്. ഇതിൽ കറക്റ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പൊസിഷൻ ഒന്നും മാറാൻ പറ്റത്തില്ല. ഇതിനിപ്പോൾ ഈ ഒരു ബോക്സ് മാറിപ്പോയെങ്കിൽ ഈ സാധനം സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതെല്ലാം അതേപോലെ അവിടെ തന്നെ ആയിരിക്കണം.
ഇത്രയും ചെറുതായതുകൊണ്ട് ഒരു ചെറിയ മില്ലിമീറ്റർ പോലും മാറാൻ പറ്റത്തില്ല. ഒറ്റ നോട്ടത്തിൽ ആൾക്കാർക്ക് മനസ്സിലാവും. ഗതാഗതവുമായി ബന്ധപ്പെട്ട മിനിയേച്ചറുകളാണ് സന്തോഷ് കൂടുതലായി നിർമ്മിച്ചിട്ടുള്ളത്. ഫോം ഷീറ്റ്, അക്രിലിക്, അലുമിനിയം ഷീറ്റ്, PVC, തെർമോക്കോൾ അങ്ങനെ പലതും മിനിയേച്ചർ നിർമ്മാണത്തിനായി സന്തോഷ് ഉപയോഗിക്കാറുണ്ട്. ടയർ എന്ന് പറഞ്ഞാൽ ടയർ ഇത് ഫോം ഷീറ്റല്ലേ മൊത്തം ചെയ്തിരിക്കുന്നത്. ടയർ ചെയ്തിരിക്കുന്ന ആദ്യം റിമ്മ് ചെയ്ത് അലോയ് ആദ്യം കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ തന്നെ ഒരു ഇതുണ്ടാക്കി. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ടയർ പോലെ സാധനം നമ്മൾ ടയർ ഇടുന്ന പോലെ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് മൊത്തം ഫോം ഷീറ്റ്, അതൊന്നും പൊള്ളയൊന്നുമല്ല കേട്ടോ. മിനിയേച്ചർ നിർമ്മാണത്തിനൊപ്പം അവയുടെ മേക്കിംഗ് വീഡിയോ തയ്യാറാക്കലും സന്തോഷിൻ്റെ ഇഷ്ടവിനോദമാണ്. മിനിയേച്ചർ നിർമ്മാണത്തിന് വിവിധ ഘട്ടങ്ങൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച് അവയുടെ എഡിറ്റിങ്ങും പശ്ചാത്തല സംഗീതവുമെല്ലാം സന്തോഷ് തന്നെയാണ് നിർവഹിക്കുന്നത്. സംഗീതത്തിന് കോപ്പിറൈറ്റ് ഉള്ളതിനാൽ സ്വയം കീബോർഡ് വായിച്ചാണ് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ കോപ്പിറൈറ്റ് വരുന്ന കാരണം ഞാൻ തന്നെ സ്വന്തമായിട്ട് കീബോർഡിൽ വായിച്ച് ഇടുന്നതാണ്. മ്യൂസിക് ഒരു 3 മിനിറ്റൊക്കെ വായിക്കും. അങ്ങനെയാണ് മ്യൂസിക് എടുക്കുന്നത്. എഡിറ്റിംഗ് ഞാൻ മൊബൈലിൽ തന്നെ ചെയ്യുന്നത്, കമ്പ്യൂട്ടറിലൊന്നുമല്ല, മൊബൈലിൽ തന്നെ ചെയ്യുന്നത്. സന്തോഷിൻ്റെ സ്വന്തം ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾക്ക് വലിയ പ്രോത്സാഹനം ലഭിക്കുന്നുണ്ട്. സന്തോഷിൻ്റെ മിനിയേച്ചറുകൾ ഹിറ്റാക്കിയതിൽ ഈ വീഡിയോകൾക്ക് വലിയ പങ്കുണ്ട്. ഷൂട്ട് ഇത് പിന്നെ സെറ്റ് ഇടുന്നതാണ് ഏറ്റവും വലുത്. ഇപ്പോൾ നമ്മൾ മുകളിൽ ഇതിനു വേണ്ടി തന്നെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്ത് ഞാൻ തന്നെ എല്ലാം ചെയ്യുന്നത്. ഇപ്പം വൈഫുള്ള കാരണം സഹായിക്കും. ഞാൻ നേരത്തെ ഒറ്റയ്ക്കുള്ളായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ എല്ലാം ചെയ്തു, ബാക്ക്ഗ്രൗണ്ടും ഇതെല്ലാം ചെയ്ത്. പിന്നെ 2 കൂട്ടുകാരന്മാർ സഹായിക്കും. വന്ദേ ഭാരതിൻ്റെയൊക്കെ ഷൂട്ടിങ്ങിനൊക്കെ അവർ സഹായിച്ചായിരുന്നു. എന്തിൻ്റെയെങ്കിലും മിനിയേച്ചർ നിർമ്മിക്കണമെന്ന് വിചാരിച്ചാൽ അത് പാതിവഴിയിൽ ഉപേക്ഷിക്കാൻ സന്തോഷ് തയ്യാറല്ല. ജോലിയുടെ ഇടവേളകളിലും വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്തുമാണ് മിനിയേച്ചർ നിർമ്മാണം. ഇപ്പോൾ മിനിയേച്ചറുകൾക്ക് നല്ല തുക നൽകി ആളുകൾ വാങ്ങാറുണ്ട്. എന്നാൽ ഓരോ മിനിയേച്ചർ നിർമ്മാണത്തിന് വേണ്ടി വരുന്ന സമയവും അധ്വാനവും കണക്കിലെടുക്കുമ്പോൾ ആ തുക അത്ര വലുതുമല്ല. പക്ഷേ കലാകാരൻ എന്ന നിലയിൽ വളരെ ഇഷ്ടപ്പെട്ടും ആസ്വദിച്ചുമാണ് സന്തോഷ് ഓരോ നിർമ്മാണവും പൂർത്തിയാക്കുന്നത്. കേരളത്തിലെ പ്രശസ്തമായ ദേവാലയങ്ങൾ, വാഹനങ്ങൾ, പഴക്കുല പോലെയുള്ള കൗതുക വസ്തുക്കൾ എന്നിവയുടെ എല്ലാം മിനിയേച്ചർ രൂപം സന്തോഷ് നിർമ്മിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പഴക്കുല 2 കൊടുത്ത്, അതൊരു പഴക്കുല നമ്മൾ സംവിധായകൻ വിനയന് കൊടുക്കാൻ വേണ്ടി എന്നോട് വാങ്ങിച്ചിട്ടുണ്ട്. ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പുള്ളിക്കരുത്. പിന്നെ ഒരെണ്ണം പാലക്കാട് പോയി. പിന്നെ മയിൽവാഹന ലോറി, ബസ്സുകൾ തന്നെ കുറേ ചെയ്തിട്ടുണ്ട്. ഏറ്റുമാനൂരിൽ സ്റ്റിക്കർ കട നടത്തുന്ന സന്തോഷ് ഒഴിവു സമയങ്ങൾ പൂർണ്ണമായും മിനിയേച്ചർ നിർമ്മാണത്തിനായി മാറ്റിവെച്ചിരിക്കുകയാണ്. ചിത്രരചന, സംഗീത സംവിധാനം എന്നീ മേഖലകളിലും സന്തോഷ് കഴിവ് തെളിയിച്ചിട്ടുണ്ട്. സ്റ്റിക്കർ വർക്കാണ് മെയിനായിട്ട്. സ്റ്റിക്കർ വർക്കിൻ്റെ കൂടെ തന്നെ നമ്മൾ പോർട്രേറ്റ് വരയ്ക്കും. പിന്നെ വണ്ടിയുടെയൊക്കെ കൂളിംഗ് ഫിലിമിൻ്റെ പരിപാടി, നെയിം ബോർഡ്, ഇതൊക്കെയാണ് മെയിൻ. ഷോപ്പുണ്ട് സ്വന്തമായിട്ട്. അതിനിടയ്ക്ക് സമയം കിട്ടുന്നവരാണ് ഇത്. നമ്മളെല്ലാം വീട്ടിൽ ഒരു സാധനം പോലും, ഒരു ബ്രഷ് പോലും വീട്ടിലില്ല. എല്ലാം കടയിലിരുന്ന് ചെയ്യുന്നത്. പിന്നെ എങ്ങാനും 2-3 ദിവസമൊക്കെ അവധിയൊക്കെ വരുവാണെങ്കിൽ മാത്രം എന്തെങ്കിലും ചെയ്യാനുള്ളൂ ചെയ്യും. ധാരാളം ഓർഡറുകളുമായി ആളുകൾ സമീപിക്കുന്നുണ്ടെങ്കിലും അവ കൃത്യമായി ഏറ്റെടുത്ത് ചെയ്യാൻ സമയമില്ലാത്തതിനാൽ സ്വയം താല്പര്യപൂർവ്വം ചെയ്യുന്ന വർക്കുകൾ മാത്രമാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നതും വിൽക്കുന്നതും. ഒരുപാട് പേര്. പക്ഷെ നമ്മൾ ഓർഡർ എടുത്ത് ചെയ്യുന്നില്ല. വേറെ ഒന്നും കൊണ്ടൊന്നുമില്ല, ഒന്നും തോന്നുന്നില്ല. നമുക്ക് അവർക്ക് സമയത്തൊന്നും ചെയ്തു. എനിക്ക് ഈ കടയുള്ള കാരണം ഈ ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ ചെയ്യുന്നത്. ഞാൻ എന്തെങ്കിലും ചെയ്ത് വെക്കും, അതെന്തെങ്കിലും ആരെങ്കിലും വന്ന് ചോദിക്കെടുത്ത് കൊടുക്കും. ഈ ഓർഡറൊക്കെ നമ്മൾ എടുത്ത് പിന്നെ അവർക്ക് സമയത്ത് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. നമ്മൾ അവരോട് വാക്ക് പറഞ്ഞിട്ടേ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഉള്ളവരാണ് എത്ര സമയം എടുക്കും എന്ന് പറഞ്ഞാൽ ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. കലാലോകത്തെ പ്രതിഭകളുടെ കൂട്ടത്തിൽ തീർച്ചയായും ഉൾപ്പെടേണ്ട വ്യക്തിത്വങ്ങളിലൊന്നാണ് സന്തോഷ്. ഇഷ്ടപ്പെട്ട ഹോബി സന്തോഷമായി ചെയ്ത് സന്തോഷ് സന്തോഷത്തോടെ കഴിയുന്നു. അങ്ങനെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച പുതുമയുള്ള കാഴ്ചകളും കൂടുതൽ വിശേഷങ്ങളും വ്യത്യസ്തമാർന്ന അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.